കൊല്ലം തഴുത്തലയിൽ പെട്രോൾ ഒഴിച്ച് തീകൊളുത്തിയ പത്മരാജൻ ഭാര്യ അനിലയെയും ബേക്കറി പങ്കാളി ഹനീഷിനെയും കൊല്ലാൻ പദ്ധതിയിട്ടു. കാറിൽ ബേക്കറി ജീവനക്കാരനാണ് ഉള്ളതെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും 2 ദിവസം മുൻപ് അനിലയുടെ കച്ചവട പങ്കാളി ഹനീഷ് മർദ്ദിച്ചെന്നും പത്മരാജൻ പോലീസിനോട് പറഞ്ഞു. ലിജോ റോളൻസ് വിശദാംശങ്ങൾ നൽകും. ലിജോ, ഈ സംഭവത്തിൽ എങ്ങനെയാണ് വളരെ ക്രൂരമായ ഒരു മർഡർ പ്ലാനിങ്ങിലേക്ക് പത്മരാജൻ എത്തിയത് എന്നുള്ളതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്ന ഒരു ഘട്ടം കൂടിയാണ്. പോലീസിനോട് എന്തായാലും സംഭവിച്ചതെല്ലാം പൂർണ്ണമായും തുറന്നു പറഞ്ഞു കാണണം പത്മരാജൻ. പോലീസിൽ നിന്ന് അത് സംബന്ധിച്ചുള്ള എന്തെല്ലാം വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്? എങ്ങനെയാണ് പത്മരാജൻ ഈ പ്ലോട്ട് മുഴുവനായി പ്ലാൻ ചെയ്തത്? സൈഫുദ്ദീൻ, ഈ സംഭവശേഷം പത്മരാജൻ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ആദ്യഘട്ടത്തിൽ കാര്യമായ ചോദ്യം ചെയ്യലില്ലായിരുന്നു. പക്ഷേ രാത്രി വൈകി നടന്ന ചോദ്യം ചെയ്യലിലാണ് പോലീസിന് ഇത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം പത്മരാജനിൽ നിന്ന് ശേഖരിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ആദ്യഘട്ടത്തിൽ ഇയാൾ കീഴടങ്ങുന്ന സമയത്ത് വളരെ കൂളായി ഞാൻ തൃപ്തനാണെന്നുള്ള രീതിയിലായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി കീഴടങ്ങെങ്കിൽ തുടർന്നുള്ള സമയത്ത് വളരെ വികാരാധീനായിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. കാരണം ഒരു മകളാണുള്ളത്, മകളുടെ കാര്യം ഓർത്താണ് തനിക്ക് ആശങ്കയുള്ളതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ചോദ്യം ചെയ്യലിനെ ആദ്യ സമയങ്ങളിലൊക്കെ മറുപടി നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിനുശേഷം ആ കാര്യങ്ങളിലെല്ലാം അയാൾ കൃത്യമായി മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. കാര്യം രണ്ടുപേരെയും കൊലപ്പെടുത്തണമെന്നുള്ളൊരു ഉദ്ദേശം തനിക്ക് വ്യക്തമായി ഉണ്ടായിരുന്നു. കാരണം തൻ്റെ അനുവാദമില്ലാതെ ഇത്തരത്തിലൊരു ബേക്കറി ആരംഭിക്കുക മാത്രമല്ല, ബേക്കറി ആരംഭിച്ചതിലുമല്ല, ഈ ഹനീഷിനെ പോലൊരാളുമായി പങ്കാളിത്തത്തോടുകൂടെ ബേക്കറി ആരംഭിച്ചതിനോട് തനിക്ക് യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ലായിരുന്നു. അത് ഉപേക്ഷിക്കണമെന്ന് പലതവണ പറഞ്ഞു, പക്ഷേ അതിന് തയ്യാറായില്ല. തങ്ങൾ തമ്മിലുള്ള ഒരു പ്രായ വ്യത്യാസം വളരെയേത് 15 വയസ്സിന് മുകളിലുള്ള ഒരു പ്രായ വ്യത്യാസമുണ്ട്. അതൊക്കെ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമായിരുന്നതായും അയാൾ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ കൊലപാതകം, അതായത് ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തുന്നത്. അതിന് ഒരു ദിവസം മുൻപ് ഈ ഹനീഷ് ഇപ്പോൾ പത്മരാജനെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളൊരു വിവരം കൂടെ പത്മരാജൻ പോലീസിനോട് പങ്കുവച്ചിട്ടുണ്ട്. അക്കാര്യങ്ങളെക്കുറിച്ചൊക്കെ പോലീസ് അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഭാര്യയുടെ മുമ്പിൽ വെച്ച് തന്നെ ക്രൂരമായി മർദ്ദിച്ചിട്ടും അത് പിടിച്ചു മാറ്റാനോ അതിനൊന്നും തടുക്കാനോ പോലും ഭാര്യ തയ്യാറാകാത്തതിൽ അങ്ങേയറ്റം മനോവേഷം ഉണ്ടായിരുന്നുള്ള കാര്യമാണ് പോലീസിനോട് ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, FIRൽ നിന്നുള്ള കുറച്ച് വിവരങ്ങൾ കൂടെ വരുമ്പോൾ FIR ഇത്തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഈ സംശയരോഗമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതായത് ആ ബേക്കറി നടത്തുന്ന ആൺസുഹൃത്തുമായി ഭാര്യയ്ക്കുണ്ടായിരുന്ന അമിതമായ ആ ബന്ധം, അതിന് ആ ഒരു കാര്യമാണ് ആ ഒരു സംശയത്തിലേക്ക് നയിക്കുക. ആ സംശയരോഗം കൊലപാതകത്തിൽ എത്തിച്ചു എന്ന് പറഞ്ഞിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ സംഭവ സ്ഥലത്ത് തന്നെയാണുള്ളത്. ഇവിടെ അല്പസമയത്തിനകം ഫോറൻസിക് സംഘം ഉൾപ്പെടെ എത്തി തെളിവുമാക്കി വിവരങ്ങളൊക്കെ ശേഖരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അറസ്റ്റ് പോലീസ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇന്നലെ രാത്രി വൈകിയാണ് CI ഉൾപ്പെടെയുള്ളവർ മടങ്ങിയത്. ഇന്ന് വന്നതിന് ശേഷം തുടർന്ന് മറ്റ് കഴിഞ്ഞ ദിവസങ്ങളിലെ കാര്യങ്ങളിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനും ഒപ്പം തന്നെ പത്മരാജൻ പറഞ്ഞ മൊഴികളിലെ എന്തെങ്കിലും കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാനുണ്ടെങ്കിൽ അക്കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമെന്നുള്ള കാര്യമാണ് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഭാര്യയുടെ സുഹൃത്തുമായുള്ള ബന്ധത്തിൽ ഉയർന്ന സംശയം, അവരുടെ ജീവിതത്തിൽ ഉണ്ടായ പാകപ്പിഴകൾ, അതെല്ലാമാണ് ഇത്തരത്തിൽ ഞെട്ടലും നടുക്കവും ഉണ്ടാക്കുന്ന ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. എങ്ങനെയാണ് ഇദ്ദേഹം ഇത് പ്ലാൻ ചെയ്തത് എന്നുള്ളതിന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് ലിജോ റോളൻ.